ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. അതിനുവേണ്ടി 2 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നാളികേരപ്പാലാണ് ചേർക്കാൻ പോണേ. അരമുറി നാളികേരത്തിന് നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് എടുത്തേക്കണ പാലാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി നാളികേരപ്പാൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. നാളികേരപ്പാൽ ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ പാടില്ല, ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ശർക്കര അലിഞ്ഞ വഴിക്ക് തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക വേണ്ടത്. തിളച്ച് കഴിയുമ്പോൾ നാളികേരപ്പാലൊക്കെ പിരിഞ്ഞു പോവും. അതാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ കാരണം കേട്ടോ. ശർക്കര നല്ലോണം മെൽറ്റായി കിട്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പഴം നല്ലോണം ഉടച്ചെടുത്തു. കുറേശ്ശെ കട്ടകൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പഴത്തിലേക്ക് 3/4 കപ്പ് ഫൈൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഗോതമ്പാവ്, 2 ടേബിൾ സ്പൂൺ റവ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊക്കെ ഒന്ന് നമുക്ക് ഫസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം. ഉരുക്കി വെച്ചേക്കണേ ശർക്കരപ്പാനി കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ചൂടുണ്ട് ശർക്കരപ്പാനിക്ക്, അങ്ങനെ തന്നെ ഒഴിക്കണം. കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം. ഇത് നമുക്ക് അടച്ച് വെക്കാം. 2-3 സാധനം വറുത്തെടുക്കാണ്ട് ആ സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. റവ ചേർത്താൽ റവ ഒന്ന് സോഫ്റ്റ് ആവും വേണം. അതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ശർക്കരപ്പാനി ആഡ് ചെയ്യാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാഷ്യൂ മുന്തിരി ഒക്കെ ചേർക്കാട്ടോ. ഞാൻ ട്രഡീഷണൽ ആയിട്ട് ചെയ്യണ കാരണം നാളികേരക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുക്കാം. നാളികേരക്കൊത്ത് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ അരമുറി ചഴുകിയ നാളികേരം ചേർക്കാം. കളറൊന്നും മാറണ്ട, നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 1/2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കാം. നാളികേരം നല്ലോണം ചൂടായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരം കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇറുകും. അപ്പം നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി ചേർക്കേണ്ടി വരും. ഇതിൽ ഞാൻ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ചേർക്കാം, ചെറിയ ജീരകം. ഇതെല്ലാം മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഈ പാകം വേണം കേട്ടോ മാവിന്, ഒരുപാട് ലൂസായി പോവരുത്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിൻ്റെ ഉള്ളിൽ ഞാൻ 4-5 പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആ എല്ലാ പാത്രത്തിലേക്കും ബാറ്റർ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇല വെച്ച് അടച്ച് വെക്കുന്നുണ്ട്, ആവി വെള്ളം വീഴാണ്ടിരിക്കുക. ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അതിന് ശേഷം വേണം മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പം നമ്മൾ അപ്പം വേവാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടിട്ട് നമുക്ക് തുറക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓരോ കഷ്ണം നേന്ത്രപ്പഴം വട്ടത്തിൽ മുറിച്ചതാണ് വെച്ച് കൊടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് നാളികേരക്കൊത്തൊക്കെ നെയ്യിൽ വാട്ടി വെക്കാട്ടോ. കുറച്ച് കറുത്ത എള്ളാണ് പഴത്തിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണേ. നമുക്ക് ഇല വെച്ച് അടക്ക് വെച്ച് അടച്ച് 15 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തുണ്ടോയെന്ന്. ഇല്ല, കറക്റ്റ് 15 മിനിറ്റ് വേണ്ടി വന്നു. നമുക്കിപ്പം നോക്കാം വെന്തുണ്ടോയെന്ന്. നല്ലോണം വെന്തുണ്ട് കേട്ടോ. എടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. അപ്പം കുറേശ്ശെ തണുത്തുണ്ട് കേട്ടോ. നമുക്ക് പാത്രത്തിൽ നിന്ന് വിടിയിക്കാം. ഒട്ടി പിടിക്കില്ല, നമ്മൾ നെയ്യ് തേച്ച കാരണം. ഒന്ന് പിടിയിച്ചിട്ട് കൊട്ടിയാൽ മതി. അടിപൊളി ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.